ഇന്ന് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കുട്ടികളാണ് മുന്നണി പോരാളികളെന്ന് അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ മുഖംമൂടിയിട്ട ചില ആളുകളുണ്ട്, അവരെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. സമൂഹം ഒന്നാകെ ലഹരിക്കെതിരായ ക്യാമ്പയിനിൽ പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുകയാണ്. എന്തായാലും ഗവൺമെൻറ് അതിശക്തമായ നടപടികൾ ഇന്ന് ലഹരി വിരുദ്ധ ദിനമായ ഇന്ന് തന്നെ തുടങ്ങിയെന്നുള്ളത് നമുക്ക് അഭിമാനമുണ്ടാക്കുന്നു, സന്തോഷമുണ്ടാക്കുന്നു. ജനങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ അണിചേരണം. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുമോ? അലക്സ്, മുഖ്യമന്ത്രി എന്താണെന്ന് പറഞ്ഞത്? നമുക്കറിയാവുന്നതുപോലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണിന്ന്. സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെ ക്യാമ്പയിൻ, അതായത് ശക്തമായ ക്യാമ്പയിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ വകുപ്പൊക്കെ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെയുള്ള ക്യാമ്പയിനിലേക്കാണ് കടക്കുന്നത്. അതിൽ പ്രധാനം ബോധവൽക്കരണവും അവബോധവുമാണ്. സ്കൂൾ തലങ്ങൾ കേന്ദ്രീകരിച്ച് അവബോധം നടത്താനാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായി പദ്ധതിയിടുന്നത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം എൻ്റെ പിന്നിൽ കാണുന്ന ഈ വേദിയിലാണ് നടന്നത്. വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് പ്രധാനപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പ്രധാനമായി മുഖ്യമന്ത്രി പറഞ്ഞത് വിദ്യാർത്ഥികളാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളികൾ എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന് വന്നിട്ടുണ്ട്. ലഹരി മഹാവിപത്താണ്. ഈ മാരക വിപത്തിനെതിരെ നാം ഒന്നിച്ചു നിന്നുള്ള ഒരു പോരാട്ടം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് ഇതാകെ നടപ്പിലാക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളാണ് ഇതിൻ്റെ മുന്നണി പോരാളികൾ. ഈ ബോധ്യത്തിൽ മുന്നോട്ട് പോകാനാകണം. ഇരുട്ടിൻ്റെ ശക്തിയിൽ മറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്, അവർ പല ശ്രമങ്ങളും നടത്തും. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ പല മുഖം മൂടിയിട്ട ആളുകളും ഉണ്ട്, അവരെ കരുതിയിരിക്കണമെന്നും കുട്ടികളോട് അദ്ദേഹം ഉപദേശിച്ചു. കുട്ടികൾ ലഹരി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ്. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, അത്തരം ഏതെങ്കിലും തരത്തിൽ ഭാവമാറ്റമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ്. കുട്ടികളുടെ ആരോഗ്യപരമായി സംവദിക്കുന്നതിനും കുട്ടികളിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാനും രക്ഷിതാക്കൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി രക്ഷിതാക്കളെയും ഉപദേശിക്കുന്നു. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ശരിയായ ബോധ്യമുണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരണ വേളയിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. അതായത് ലഹരിക്കെതിരെയുള്ള ഈ വിപത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട അവബോധ പരിപാടികൾ പാഠ്യപദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതിനും കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും സ്കൂളുകൾ പ്രഹരി ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ടെന്നും പൊതുസമൂഹം ഒന്നാകെ ക്യാമ്പയിനിൽ പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വേദിയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ എക്സൈസ് മന്ത്രി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. വലിയ ഖരഘോഷത്തോടെയാണ് കുട്ടികൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ശ്രവിച്ചതും അതിനെ സ്വീകരിച്ചതും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നിശാഗന്ധിയിൽ വീണ്ടും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ നല്ല ദിനത്തിൽ, ലഹരി വിരുദ്ധ ദിനത്തിൽ തന്നെ ഉദ്ഘാടനം നടക്കട്ടെ, കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ നടക്കട്ടെ.